Hey everybody, welcome back to the channel Frenzy Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ കൂടെ മേജോമി ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. അതും കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി തന്നെയാണ്. ഞാൻ ടൈറ്റിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ റിവ്യൂ ആണത്. നമ്മൾ വീണ്ടും പോയി വാച്ച് ചെയ്തു ആൻഡ് ഡബിൾ ടൈം ഇറ്റ്സ് എ ട്രീറ്റ് അഗെയിൻ ഫോർ ദ ഫാൻസ്. സോ ഈ റിവ്യൂ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത് ഇതൊരു നോൺ സ്പോയിലർ റിവ്യൂ ആണ്. നമ്മൾ ഡീറ്റെയിൽസ് അധികം ഒന്നും പറഞ്ഞു വിടുന്നില്ല. വി വിൽ ബി ഡെഫിനറ്റ്ലി മേക്കിംഗ് എ സെപ്പറേറ്റ് വീഡിയോ ഫോർ ദാറ്റ്. ഹെൽ യാ, വൂൾവറിൻ തിരിച്ച് വന്നിരിക്കുകയാണ്. അതും ഇപ്രാവശ്യം ഡെഡ്പൂളിന്റെ ഒപ്പം ടീമപ്പ് ആവുകയാണ്, ഒരു യൂണിവേഴ്സിനെ മൊത്തത്തിൽ സേവ് ചെയ്യാനായിട്ട് തന്നെ. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എക്സ്മെൻ ഡിസ്നി മാവൽ മൂവിയാണ്. കാരണം 20th സെഞ്ചുറി ഫോക്സിൽ നിന്ന് ഇവരുടെ ആ ഒരു റൈറ്റ്സ് മേടിച്ചതിന് ശേഷമുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ റീനെയിം ചെയ്യുകയും ചെയ്തു 20th സെഞ്ചുറി സ്റ്റുഡിയോസ് എന്ന്. എല്ലാ എക്സ്മെനും ഫാന്റാസ്റ്റിക് ഫോർ ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് അങ്ങനെ മാവൽ ഡിസ്നിയുടെ അണ്ടറിൽ വന്നിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സ്മെൻ റിലേറ്റഡ് മൂവി ഇൻ ദ MCU. മൂവിയുടെ മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഹ്യൂ ജാക്ക്മാൻ വൂൾവറിനായിട്ട് തിരിച്ചു വന്നേക്കുന്നത് തന്നെയാണ്. ലാസ്റ്റ് മൂവി ലോഗന്റെ ഈവൻസിന് ശേഷം നടക്കുന്ന കഥ തന്നെയാണ്. ഇതിൽ വൂൾവറിനെ പറ്റി പറയുകയാണെങ്കിൽ ബഡി കോപ്പ് ടൈപ്പ് തന്നെയാണ്. അതായത് സ്ട്രെയിറ്റ് അപ്പ് നോ ബുൾഷിറ്റും ക്രേസി ആയിട്ടുള്ള ഒരു വൂൾവറിനെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഡെഡ്പൂളും വൂൾവറിനും തമ്മിലുള്ള കെമിസ്ട്രി തന്നെ ഒരു രക്ഷയില്ല. അവരുടെ ഫൈറ്റ് സീക്വൻസുകളാണെങ്കിലും അതുപോലെ തന്നെ ഇമോഷണൽ സീൻസ് ആണെങ്കിലും. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ഫോക്സ് യൂണിവേഴ്സിന് തന്നെ ഒരു ലവ് ലെറ്റർ പോലെയാണ്. കാരണം നിരവധി ജോക്സും അതുപോലെ തന്നെ ക്യാമിയോസ് എടുത്തു പറയുന്നതാണ്. നിങ്ങൾ മൂവി കണ്ടാൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കുറേ ക്യാരക്ടേഴ്സ് അപ്പിയർ ആവുന്നതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ടിവിയുടെ പ്രസൻസ് ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. കാരണം ഈ ഒരു മൂവിത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു MCU യൂണിവേഴ്സിലേക്ക് കണക്റ്റ് ആവുന്നത് നമ്മൾ ആ ഒരു ടിവിയെ തന്നെയാണ് മെയിൻ ആയിട്ട് ഒരു റോൾ കളിക്കുന്നത്. നമ്മൾ ട്രെയിലേഴ്സിൽ കണ്ടതാണ് ടിവിയുടെ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ. ഹ്യൂവിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ലോഗൻ എന്ന മൂവിയിൽ ഏറ്റവും പീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ഹ്യൂവിൽ നിന്ന് നമ്മൾ കണ്ടത്, വൂൾവറിൻ എന്ന ആ ഒരു ഓൾഡ് മാൻ ലോഗന്റെ ആ ഒരു ക്യാരക്ടറായിട്ട്. ഈ ഒരു മൂവിയിലും പറയുകയാണെങ്കിൽ ഷൈൻ ചെയ്യുകയാണ് തന്നെ ചെയ്തത് ഹ്യൂ ജാക്ക്മാൻ വൂൾവറിനായിട്ട്. ഇതിലെ ഒരു വൂൾവറിൻ, ആ ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു വൂൾവറിൻ, ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ തൻ്റെ യൂണിവേഴ്സിലുള്ള എല്ലാ എക്സ്മെനിൻ്റെയും ഡിസ്ട്രക്ഷന് കാരണം പുള്ളിക്കാരൻ തന്നെയാണെന്നുള്ള ഒരു കുറ്റബോധത്തിൽ നടക്കുന്ന ആ ഒരു വൂൾവറിൻ തന്നെയാണ്. നമുക്ക് എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെ വെക്കാം. കാരണം ഈ ഒരു ഹ്യൂവിൻ്റെ വൂൾവറിൻ ക്യാരക്ടർ മേ ബി ഇനിയും നമ്മൾ ഫ്യൂച്ചറിൽ കാണാൻ ചാൻസ് ഉണ്ട് MCUവിൽ. ഇനി അടുത്ത ബിഗ് ക്യാരക്ടറിലത്തെ റയാൻ റെനോൾഡ്സ്, ഡെഡ്പൂൾ വേഡ് വിൽസൺ ആയിട്ടുള്ള ആ ക്യാരക്ടറായിട്ട് ഒന്നും പറയാനില്ല ഈ ഒരു ആക്ടറിനെ പറ്റിയിട്ട്. ഇദ്ദേഹം ക്യാമറയുടെ മുന്നിലാണെങ്കിലും ഇതിൻ്റെ എഴുത്തുകാരനായിട്ടാണെങ്കിലും അങ്ങോട്ട് എന്താ പറയുക, എക്സ്ട്രീം മാക്സിമം എഫേർട്ട് ഇട്ടിരിക്കുകയാണ്. ഡെഡ്പൂളിൻ്റെ വാചകങ്ങളാണിത്, മാക്സിമം എഫേർട്ട്. അടിപൊളി തന്നെയായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു മൂവി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്കൻഡിൽ വരുന്ന ഇദ്ദേഹത്തിൻ്റെ ജോക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും ആ ഒരു ക്യാരക്ടർ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കാണിക്കുന്നതൊക്കെ വളരെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു ഈ ഒരു മൂവിയിൽ. ഇതിലെ ഫൈറ്റ് സീക്വൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ രണ്ട് ക്യാരക്ടേഴ്സും ഡെഡ്പൂൾ ആണെങ്കിലും വൂൾവറിൻ ആണെങ്കിലും ഹീലിംഗ് ഫാക്ടേഴ്സ് ഉള്ള ക്യാരക്ടറാണ്. ഇവർക്ക് മരണമില്ല. സോ ഇവർ തമ്മിലുള്ള ഫൈറ്റുകളാണെങ്കിലും ഇവർ ടീമപ്പ് ആയിട്ട് ചെയ്യുന്ന ഫൈറ്റുകളാണെങ്കിലും ഒരു ട്രീറ്റ് തന്നെയാണ് ഫാൻസിന് കാണാനായിട്ട്. കാരണം നമ്മൾ കോമിക്സിലൊക്കെ വായിച്ചതും കാർട്ടൂൺസിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു സംഭവം ലൈവ് സ്ക്രീനിൽ ലൈവ് ആക്ഷനിൽ കാണുമ്പോൾ എന്താ പറയുക, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് തന്നെ. മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു 90s-ലത്തെയും 2000-ലത്തെയും ട്രാക്കുകളൊക്കെ കൂടിയിട്ട് ഒരു ഫൺ വൈബാണ് ഈ മൂവിക്ക് കൊടുത്തത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് മാഡോണയുടെ ലൈക്ക് എ പ്രേയർ എന്ന് പറഞ്ഞ ആ ഒരു സോങ് തന്നെയാണ്. നമ്മളത് ട്രെയിലറിലും കണ്ടതാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡെഡ്പൂൾ ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൂൾവറിൻ ഫാൻ ആണെങ്കിലും അല്ലെങ്കിൽ 20th സെഞ്ചുറി ഫോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടേഴ്സിന്റെ ഫാൻസ് ആണെങ്കിലും ഈ ഒരു മൂവി നമുക്ക് തരുന്ന ആ ഒരു നൊസ്റ്റാൾജിയ തന്നെ എടുത്ത് പറയേണ്ടതാണ്. ആ ഒരു പഴയ ക്യാരക്ടേഴ്സിനെ തിരിച്ച് കൊണ്ടുവന്നതിനൊക്കെ അതുപോലെ തന്നെ നന്നായി ചിരിപ്പിക്കുകയും ചെയ്യും ഈ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ. പിന്നെ നമ്മളെല്ലാവരും വണ്ടർ എടുപ്പിക്കുന്നത് എന്താണ് മാർവലിന്റെ ഫ്യൂച്ചർ എന്നാണ്. അതായത് മാർവൽ ജീസസ് AKA ഡെഡ്പൂളിന്റെയും അതുപോലെ തന്നെ അഡമാന്റിയം നിറങ്ങിയിട്ടുള്ള മ്യൂട്ടന്റ് ആയിട്ടുള്ള വൂൾവറിന്റെയും ഫ്യൂച്ചർ എന്താണെന്നുള്ളതാണ്. സോ ഇത് നമ്മുടെ ഒരു പ്ലെയിൻ റിവ്യൂ ആണ്, ഒരു സ്പോയിലർ റിവ്യൂ അല്ല. ആൻഡ് our Frenzy Pool rating for this movie is 10 out of 10. It was a treat. Go watch it in theaters. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു ട്രീറ്റ് തന്നെയാണ് ഈ ഒരു മൂവി ഫോർ ദ കോമിക് ബുക്ക് ഹാർഡ് ഫാൻസ്.